വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ സക്കോപെയിനിൽ, അതായത് പോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കൺട്രിയിലത്തെ ഒരു വില്ലേജ് സൈഡാണ് സക്കോപെയിൻ. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി സ്ലെഹ് റൈഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരുപാട് ഹോഴ്സസിനെ കാണാമല്ലേ. അപ്പോൾ ഇവിടുത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഹോഴ്സ് റൈഡാണ് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിൻ്റർ ഡെസ്റ്റിനേഷൻസിൽ പോകുമ്പോഴും നമുക്ക് ഇതുപോലത്തെ ഹോഴ്സ് റൈഡും, അതല്ല ഇനിയിപ്പോൾ നമ്മൾ നോർവേ സൈഡിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ റെയിൻഡിയറിൻ്റെ റൈഡ്, അതുപോലെ തന്നെ ഹോഴ്സ് സ്ലെഡിങ്, ഇങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സക്കോപെയിനിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് മിസ് ചെയ്യാണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഈ ഒരു റൈഡ്. അപ്പോൾ നമ്മുടെ ഹോഴ്സ് റൈഡ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 hour നമുക്ക് ഈ ഒരു ഹോഴ്സ് റൈഡ് ഉണ്ടാവാം. ഇതിന് ശേഷം ചെറിയൊരു ക്യാമ്പ് ഫയറും ചെറിയൊരു സ്നാക്സൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടി നമുക്കുണ്ട്. അങ്ങനെ മൊത്തം 2 മണിക്കൂറാണ് ഇവിടുത്തെ ഈ ഒരു ഹോഴ്സ് റൈഡ് ടൂർ പാക്കേജസ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇപ്പോൾ പ്രൈവറ്റ് ടൂർസും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് പോകുന്ന ടൂർസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാക്കേജ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഹോഴ്സ് റൈഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മൗണ്ടെയിനിലാണ് ഇങ്ങനെ ഒരു റൈഡ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏത് പ്രൊവൈഡറുടെ അടുത്ത് നിന്നാണ് ഇങ്ങനെ ഒരു ടൂർ പാക്കേജ് എടുക്കേണ്ടത്, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ടൂറ് ഫൈനലൈസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ ഒരു സക്കോപെയിൻ ഏരിയയിൽ തന്നെ ശരിക്കും താത്ര മൗണ്ടെയിൻ്റെ ഒരു ഏരിയയിലുള്ള ഒരു കൊച്ചു വില്ലേജ് സൈഡാണ് സക്കോപെയിൻ. അപ്പോൾ ഇവിടുത്തെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലീസിലൊന്നാണ് ചൊക്കോലോവ്സ്ക വാലി എന്ന് പറയുന്നത്. അപ്പോൾ ചൊക്കോലോവ്സ്ക വാലിയിലൂടെ ഉള്ള ഒരു റൈഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഹോഴ്സ് റൈഡ് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്നും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു വാലിയുടെ ഉള്ളിലേക്ക് പോകുന്നതോട് നമുക്ക് ഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ സക്കോപെയിനിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താത്രാസ് മൗണ്ടെയിൻസിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വാലീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വേറെ കുറേ പ്രൊവൈഡേഴ്സൊക്കെ ഗുലാബി ലൗക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് വാലിയിലാണ് നമുക്ക് ഈ ഒരു ഹോഴ്സ് റൈഡ് തരുന്നത്. അപ്പോൾ നമ്മൾ സ്നോ മൊബൈലിങ്ങും അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും കൂടിയും നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് വേറെ വാലീസാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും സക്കോപെയിനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാലിയാണ് ചൊക്കോലോവ്സ്ക വാലി എന്ന് പറയുന്നത്. അവിടെ ഇതുപോലത്തെ ഒരു ഹോഴ്സ് റൈഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പ്രത്യേകത എന്താ വെച്ചാൽ 2 സൈഡിലും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ആൽപ്സിൻ്റെ ട്രീസാണ്. അതിൻ്റെ ഇടയിലൂടെ ഇതുപോലെ നമ്മൾ ലൈനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ടൂർ എടുത്താലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ പോവുക. പക്ഷേ നമുക്കൊരു സെപ്പറേറ്റ് ഹോഴ്സ് റൈഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒന്നും കൂടെ സീറ്റ് ഷെയർ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വാലിയുടെ ഉള്ളിലേക്ക് പോകുന്നതോറും നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പറ്റുക. പിന്നെ അത് മാത്രമല്ല 2 സൈഡിലുള്ള ആ ഒരു ആൽപ്സ് ട്രീസൊക്കെ മഞ്ഞ് മൂടി നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. ചിലപ്പോൾ നമ്മൾ മൗണ്ടൻ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ദൂരെയായിട്ടാണ് ഇങ്ങനെ ഒരു ആൽപ്സ് ട്രീസും ആ ഒരു മരങ്ങളൊക്കെ കാണാൻ പറ്റുക. ഈ ഒരു വാലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ ചെറിയൊരു വഴിയിലൂടെ, ഒരു റോഡിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ 2 സൈഡിലും വലിയ വലിയ ആൽപ്സ് ട്രീസാണ്. അപ്പോൾ ശരിക്കും ഒരു മൗണ്ടെയിൻ ഏരിയയുടെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലേക്കൊക്കെ ചെന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ എല്ലാ മരങ്ങളും ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുകയാണ്. ലക്കിലി നമ്മൾ പോകുന്ന ഈ ഒരു ദിവസം ഭയങ്കരമായിട്ട് മഞ്ഞുണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു സ്നോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റ് ട്രീസ് കാണാൻ പറ്റില്ല. പക്ഷേ ഇതൊരു പ്രോപ്പറായിട്ട് നല്ല മഞ്ഞുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് ഇങ്ങനെ ഒരു സ്ലെഹ് റൈഡിന് വേണ്ടിയിട്ട് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 200 to 250 PLN ആണ്. അത് സീസൺ അനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. പോളിഷ് കറൻസിയാണ് PLN. നമ്മുടെ യൂറോയിൽ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് 50 euro എന്ന് പറയാം. നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് പോളണ്ട്. കാരണം ഇവിടുത്തെ കോസ്റ്റ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഈ ഒരു ചൊക്കോലോവ്സ്ക വാലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പോളിഷ് താത്ര മൗണ്ടെയിൻസിൽ, അതായത് ഈ താത്രാസ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് സ്ലോവാക്കിയ എന്ന് പറഞ്ഞ കൺട്രിയിലും പോളണ്ടിലും ആയിട്ടുള്ള വലിയൊരു മൗണ്ടെയിനാണ്. അപ്പോൾ അതിൻ്റെ പോളിഷ് ഏരിയയിലുള്ള താത്രാസ് മൗണ്ടെയിനിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള
ഒരു വാലിയാണ് ഈ ഒരു ചൊക്കോലോസ്ക വാലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോളിഷ് താത്ര മൗണ്ടെയിൻസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലി എന്ന് അറിയപ്പെടുന്നതും ചൊക്കോലോസ്ക വാലിയാണ്. ഇനി പോളണ്ടിൽ മാത്രമല്ല, മൊത്തത്തിൽ യൂറോപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ താത്രാസ് മൗണ്ടെയിൻ ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയിൻസിലൊന്നാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു പ്ലേസിൽ വന്നാൽ ഇതുപോലത്തെ ഒരു ടൂറ് ശരിക്കും വർത്താണ്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു വാലീസൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ഒരു വാലി മാത്രമല്ല കേട്ടോ, അപ്പോൾ ഞങ്ങൾ സ്നോ മൊബൈലിംഗ് ചെയ്തത് ഇവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഗുലാബിലൗക്ക വാലിയിലാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം 1 hour ആണ് നമുക്ക് ഒരു റൈഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പൊക്കമുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പതിയായിരിക്കും നമ്മൾ പോവാം. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബ്രേക്കിന് ശേഷം ഒരു 15-20 മിനിറ്റ്സിലാണ് നമ്മൾ തിരിച്ചു വരിക. ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിലൂടെ വീഡിയോ ക്യാപ്ചർ ചെയ്യുമ്പോഴും നല്ല രസമാണ് ആ പിറകിലുള്ള ഒരു ഹോഴ്സിനെ കാണാൻ വേണ്ടിയിട്ടും. ചില സമയത്ത് നമ്മൾ ഈ ഒരു ഹോഴ്സ് റൈഡ് ഇങ്ങനെ ലൈനായിട്ട് പോകുന്നതുകൊണ്ടും ആ ഹോഴ്സ് നമ്മുടെ തൊട്ട് പിറകെ തന്നെ ഉണ്ടാവും. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, പക്ഷേ ഇതൊക്കെ വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഹോഴ്സസ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. വളരെ കംഫർട്ടബിൾ ആണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോഴ്സസ് ആണ് ഇവിടുത്തെ. അത് മാത്രമല്ല 2 സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ നടന്നൊക്കെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പാർക്കിംഗ് സ്പേസിൽ വന്നിട്ടും ഇതുപോലൊരു ഹോഴ്സ് റൈഡ് എടുക്കാണ്ടും വേണമെങ്കിൽ നമുക്ക് നടന്നും ഈ ഒരു വാലിയുടെ ഉള്ളിലേക്ക് വരാം. ഒരുപാട് കയറ്റിറക്കങ്ങളൊന്നും ഉള്ള ഒരു ഏരിയ അല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നേക്കുന്ന കണ്ടായിരുന്നു. അതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത് വളരെ സ്നോ ഉണ്ട്. ഇപ്പോൾ മഞ്ഞിലൊക്കെ ഇറങ്ങാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ബെസ്റ്റ് ടൈമാണെന്നുള്ളത് തന്നെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്യൂട്ടി ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റ്സ് റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഈ ഒരു ലൈൻ തന്നെ ഇങ്ങനെ തിരിച്ച് വരാമെന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര ഹോഴ്സാണുള്ളതെന്നല്ലേ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനൊക്കെ ഉള്ള ഹോഴ്സിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഹിസ്റ്റോറിക്കൽ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഹോഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഹോഴ്സ് റൈഡ് നമ്മൾ ഫുള്ള് ടേൺ ചെയ്തു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഒരു വൈൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഹോഴ്സ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തരും. കാരണം ഭയങ്കര തണുപ്പായതുകൊണ്ട് അതൊന്ന് വാം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ചെറിയൊരു ബോട്ടിൽ തരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു 1 hourൻ്റെ ടൂറ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു ബാർബിക്യൂ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. പിന്നെ നല്ല ഹോട്ട് ടീ ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു പാക്കേജിൻ്റെ പ്രത്യേകത. സക്കോപ്പയിനിൽ വന്നാൽ ഒരുപാട് ടൂർ പാക്കേജസ് കാണാൻ പറ്റും, ഒരുപാട് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിന്. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് സക്കോപ്പയിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോഴ്സ് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു ഹോഴ്സാണ്. പിന്നെ നമ്മളിതിപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുന്ന ഈ ഒരു പ്ലേസിൻ്റെ ഒരു ഫുൾ വ്യൂ ആണ് കാണാൻ പറ്റും. 2 സൈഡിലേക്കും ഒരുപാട് ആൽപ്സ് ട്രീസ് നമുക്ക് കാണാൻ പറ്റും. ദൂരേക്ക് ചെല്ലുന്നതോറും പൊക്കം കൂടിയിട്ടുള്ള വലിയ വലിയ ആൽപ്സിൻ്റെ മരത്തിൻ്റെ നിരകളിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഭയങ്കര മാസീവായിട്ടുള്ള ആൽപ്സ് ട്രീയുടെ ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലത്തെ ഒരു കൊച്ചു റോഡും ഈ ഒരു ഹോഴ്സ് റൈഡും ഒക്കെ നല്ല രസമാണ്. ആ ഒരു 360 ഡിഗ്രി ഞാനിപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 5 മിനിറ്റ്സ് ബ്രേക്കിൻ്റെ സമയത്ത് നമുക്ക് കുറേ പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മളൊരു 20-25 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്താൻ പറ്റും. കാരണം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് സ്ലോപ്പാണ് താഴേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോഴ്സ് റൈഡിങ്ങിനും ഈ ഒരു സ്ലഡിങ്ങിനൊക്കെ കുറേ കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തും. ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറച്ച് സമയമെടുത്ത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു വരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള അതേ കാഴ്ചകളൊക്കെ തന്നെയാണ് തിരിച്ച് വരുമ്പോഴും കാണുന്നത്. പക്ഷേ നമുക്ക് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും അപ്പ് ആൻഡ് ഡൗൺ ജേർണിയിൽ നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി ഒരു 5-10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് എത്താൻ പോവുകയാണ് ഇവിടുന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എൻഡിങ് പോയിന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ ആ ഒരു പ്രൊവൈഡറിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിന്നായിരുന്നു. പക്ഷെ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെയാണ് ഇവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഹോഴ്സ് റൈഡ്സും ഈ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറേ ഷോപ്സൊക്കെ കാണാൻ പറ്റും.
ചെറുതായിട്ട് ഷോപ്പിങ്സ്, അതായത് ചെറുതായിട്ട് സോനിയേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കളക്ഷൻസൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇറക്കി വിട്ട ഭാഗത്ത് നല്ലതായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മൾ ഒരു കാല് കുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് കാല് താഴ്ന്നു പോകുന്നു, അത്രയും നല്ല മഞ്ഞുണ്ട്. എനിക്കിപ്പോൾ നല്ല ഡ്രൈ സ്നോ ആയിട്ടാണ് തോന്നുന്നത്. കുറച്ചധികം ദിവസമായിട്ട് ഇവിടെ സ്നോ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഡ്രൈ സ്നോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറേ ഫയർ ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് കൈയൊക്കെ നന്നായിട്ട് ചൂടാക്കുക എന്നുള്ളതാണ്. കാരണം 1 hour പുറത്തിരുന്ന് കൈയൊക്കെ നല്ല ഫ്രീസ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹോട്ട് ടീ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇങ്ങനെ കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. മെയിനായിട്ട് സോസേജസും അതുപോലെ ചീസാണുള്ളത്. രണ്ടും വളരെ നന്നായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ചീസാണ്. അതും ആ ചീസ് നമ്മൾ ശരിക്കും ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള ചായ, നല്ല രസമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ആണ് നമ്മൾ ഈ ഒരു ഫുഡ് ഗ്രില്ല് ചെയ്ത് കഴിക്കാം കേട്ടോ. നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്, അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇനഫായിട്ടുള്ള ഒരു ഫുഡ് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. വൈൻ വേണ്ട ആളുകൾക്ക് വീണ്ടും ചോദിക്കാം, വൈനും അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ശരിക്കും വർത്തായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ് ഇവിടെ വന്നാൽ ഇതുപോലത്തെ ഒരു ഹോഴ്സ് റൈഡ്. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഏരിയയും ഈ ഒരു ആംബിയൻസൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കൊച്ചു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ചുറ്റിനും ഇതുപോലെ തന്നെ ആൽപ്സ് മരങ്ങളും ഈ ഒരു ക്യാമ്പ് ഫയർ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഭയങ്കര രസമാണ്. ഇവർക്ക് ഈവനിങ് ടൂർസൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കുറേ കൂടി ഈ ഒരു ഭംഗിയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ഡേ ടൂർ ആയതുകൊണ്ടാണ് നമ്മൾ ഡേ ടൂർ ചൂസ് ചെയ്തത്. ഇപ്പോൾ കണ്ടോ ആ ഒരു ആൽപ്സിൻ്റെയൊക്കെ ഒരു ക്ലോസപ്പ് വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.